ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പി എസ് സിയുടെ പ്രധാനപ്പെട്ട യോഗ തീരുമാനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 2024 നവംബർ 25 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളിൽ താഴെ പറയുന്ന 40 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് പി എസ് സി അറിയിക്കുന്നത്. നമുക്ക് നോക്കാം. ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ സീനിയർ മാനേജർ പാർട്ട് 1, 2 ജനറൽ സൊസൈറ്റി കാറ്റഗറി അതിലോട്ട് പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ സീനിയർ മാനേജർ പ്രോജക്റ്റ് പാർട്ട് 1 and 2, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലെ സീനിയർ മാനേജർ HRD പാർട്ട് 1 and 2 ജനറൽ സൊസൈറ്റി കാറ്റഗറി തന്നെയാണ്. പിന്നീട് 4ാമത് ഭൂജല വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ ആയുർവേദം തസ്തികമാറ്റം മുഖേന, 6ാമത് ഭൂജല വകുപ്പിലെ ജൂനിയർ ജിയോ ഫിസിസ്റ്റ്, അതുപോലെ തന്നെ 7ാമതായിട്ട് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2, 8 മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2, 9 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. ശ്രദ്ധിക്കുക, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയുടെ വിജ്ഞാപനവും കേരള PSC പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. ഏകദേശം ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാം. ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം. ഡിസംബർ മാസത്തിൽ എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി, ഈ 2 പോസ്റ്റുകളിലോട്ടും PSCയുടെ വിജ്ഞാപനം ഡിസംബർ മാസത്തിൽ വരാനിരിക്കുകയാണ്. അതുപോലെ തന്നെ 11ാമതായിട്ട് പറയുന്ന ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ വിജ്ഞാപനവും നമുക്ക് സംസ്ഥാന തലത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലത്തിലോട്ട് വരുന്ന സമയത്ത് വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികമാറ്റം മുഖേന, മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. അപ്പം നമുക്കറിയാം, വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ജില്ല തിരിച്ച് മലപ്പുറം ജില്ലയിൽ ജനറൽ റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി. 5ാമത് പാലക്കാട് ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിലെ ചിക്സ് സെക്സർ, അതുപോലെ തന്നെ 6ാമത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ വിവിധ വകുപ്പുകളിൽ ആയ. ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിൽ വരുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ വിങ് പട്ടികവർഗം, ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിൽ ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പട്ടികജാതി പട്ടികവർഗം, അതുപോലെ തന്നെ 3ാമത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പട്ടികജാതി പട്ടികവർഗം. അടുത്തത് ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പട്ടികവർഗം. ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം കേരള പോലീസ് സർവീസിൽ വിവിധ ബറ്റാലിയനുകളിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, ആംഡ് പോലീസ് ബറ്റാലിയൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരിൽ നിന്നാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്. അതുപോലെ തന്നെ NCA റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം, അത് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിച്ചെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വായിക്കുക. NCA റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം, ഇത് ഞാൻ മെല്ലെയാണ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ NCA റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം അതിന് തൊട്ട് താഴെ വരുന്നുണ്ട്, അതും നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളിലോട്ട് ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ വിജ്ഞാപനം കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ വരുന്ന ഡിസംബറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ എന്ത് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുമല്ലോ. ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.